നമസ്കാരം, ഞാൻ ഉന്മേഷ് ശിവരാമൻ. വാർത്താമഴയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പാർട്ടികളിലും മുന്നണികളിലും പൊട്ടിത്തെറി. പാലക്കാട് തോൽവിയുടെ പേരിൽ ബി.ജെ.പിയിൽ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരെ പടയൊരുക്കം. കെ സുരേന്ദ്രനെ വി മുരളീധരനും കൈവിടുകയാണ്. അടിയന്തര കോർ കമ്മിറ്റി വിളിക്കണമെന്നാവശ്യപ്പെട്ട് പി കെ കൃഷ്ണദാസ് പക്ഷം രംഗത്തെത്തി. പാലക്കാട്ടെ തോൽവിയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിൽ നിന്ന് വി മുരളീധരൻ ഒഴിഞ്ഞുമാറി. കഴിഞ്ഞ 3 മാസമായിട്ട് പാർട്ടി എന്നെ ഏൽപ്പിച്ച ചുമതല മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളായിരുന്നു. അതുകൊണ്ട് പാലക്കാടും ചേലക്കരയും വയനാട്ടിലുമൊക്കെ പ്രചരണത്തിന് പോയി എന്നുള്ളതിനപ്പുറത്ത് വിശദാംശങ്ങൾ എനിക്ക് അറിയില്ല. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ സംസ്ഥാന പ്രസിഡന്റ് ഞാൻ മനസ്സിലാക്കുന്ന ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കുന്നത് നല്ലതായിരിക്കും. മഹാരാഷ്ട്രയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാനുണ്ടോ? ഞാൻ പറഞ്ഞുതരാം. തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി ബി.ജെ.പി മറ്റന്നാൾ അവലോകന യോഗം ചേരാൻ പോകുന്നു. എസ് ശ്രീകാന്ത് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. ശ്രീകാന്ത്, അങ്ങനെ കെ സുരേന്ദ്രനെതിരായ നീക്കം സജീവമാവുകയാണല്ലോ ബി.ജെ.പിയിൽ. ഇപ്പോൾ വി മുരളീധരൻ കൂടി അദ്ദേഹത്തെ കൈവിടുകയാണല്ലോ ശ്രീകാന്ത്. ഉന്മേഷ്, ഇത്രയും കാലം വി മുരളീധര പക്ഷ നേതാവായി അറിയപ്പെട്ടിരുന്നയാളാണ് കെ സുരേന്ദ്രൻ. എന്നാൽ ഇപ്പോൾ വി മുരളീധരനും കെ സുരേന്ദ്രനും ഇരു ധ്രുവങ്ങളിൽ നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. നേരത്തെ നമ്മൾ വാർത്ത നൽകിയതാണ്, വി മുരളീധരനും കെ സുരേന്ദ്രനും തമ്മിൽ അകന്നു എന്നുള്ള കാര്യം. അവർ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വി മുരളീധരൻ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമായിരുന്നില്ല. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ചൂണ്ടിക്കാട്ടി ജസ്റ്റ് വന്നു പോകുന്ന സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇക്കാര്യം നമ്മൾ വ്യക്തമാക്കിയതാണ്. അതിന് തൊട്ടു പിന്നാലെ വി മുരളീധരന്റെ പ്രസ്താവനയും വന്നു. പാലക്കാട് അടക്കമുള്ള സ്ഥലങ്ങളിൽ തെരഞ്ഞെടുപ്പ് തോൽവി സംബന്ധിച്ച് സംസ്ഥാന അധ്യക്ഷനോട് ചോദിക്കണമെന്നും താൻ മഹാരാഷ്ട്രയുടെ ചുമതലയുള്ള നേതാവായിരുന്നു എന്നുമാണ് വി മുരളീധരൻ പറഞ്ഞത്. അതായത് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പൂർണ്ണ ഉത്തരവാദിത്വം സംസ്ഥാന അധ്യക്ഷനാണ്, മറ്റാർക്കുമല്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് വി മുരളീധരൻ. അതായത് വി മുരളീധരൻ കെ സുരേന്ദ്രനെതിരായ ഈ പാർട്ടിയിലെ വിവിധ ഗ്രൂപ്പുകളുടെ ആക്രമണങ്ങൾക്ക് നിശബ്ദ പിന്തുണ നൽകുന്നു എന്ന് ഇതിൽ നിന്നും വായിച്ചെടുക്കേണ്ടതുണ്ട്. എന്തായാലും ചൊവ്വാഴ്ച കൊച്ചി മറൈൻ ഹോട്ടലിൽ വെച്ച് കോർ കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. അതൊരു ഈ സംഘടനയുമായി ബന്ധപ്പെട്ട പരിപാടികളാണെന്നാണ് പറയുന്നത് അവർ. അതായത് അവിടെ അവരുടെ ഈ മെമ്പർഷിപ്പ് വിതരണമടക്കം നടന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട യോഗമാണെന്ന് പറയുന്നെങ്കിലും തെരഞ്ഞെടുപ്പ് വിലയിരുത്തൽ തന്നെയാണ് നടക്കാൻ പോകുന്നത് എന്ന് വ്യക്തമാകുന്നുണ്ട്. അവിടെ രൂക്ഷമായ വിമർശനം കെ സുരേന്ദ്രൻ ഏറ്റുവാങ്ങേണ്ടി വരും. കെ സുരേന്ദ്രനെ ഒറ്റപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ പോവുകയാണ്. അതേസമയം സ്ഥാനാർത്ഥി നിർണയത്തിൽ വൻ പാളിച്ചയുണ്ടായെന്ന് എല്ലാ നേതാക്കളും ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട്. മൂത്താൻതറ അടക്കമുള്ള ബി.ജെ.പിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ എതിർപ്പുണ്ടായിരുന്നു. പല സ്ഥലങ്ങളിലും വോട്ട് കുറഞ്ഞത് ഈ സ്ഥാനാർത്ഥിയോടുള്ള എതിർപ്പിന്റെ ഭാഗമായാണ്. സ്ഥാനാർത്ഥിയുടെ ഭാര്യയോടുള്ള എതിർപ്പ് ഈ നഗരസഭയിലെ പല കൗൺസിലർമാരും പ്രചാരണത്തിനിറങ്ങാതിരുന്നതിന് കാരണമായി എന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ബി.ജെ.പി നേതാക്കൾ. അതേസമയം കെ സുരേന്ദ്രൻ വിഭാഗം ഇതിന് തടയിടുന്നത് വേറെ രീതിയിലാണ്. ഈ തെരഞ്ഞെടുപ്പ് ഏകോപനത്തിന്റെ ചുമതലയുണ്ടായിരുന്ന വി മുരളീധരന്റെ വിശ്വസ്തൻ പി രഘുനാഥിന് ഏകോപനത്തിൽ വീഴ്ച പറ്റിയെന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നു. വിവിധ ശക്തി കേന്ദ്രങ്ങളുടെ ചാർജ് ഉണ്ടായിരുന്ന ശോഭാ സുരേന്ദ്രൻ ആ സ്ഥലത്തേക്ക് തിരിഞ്ഞുപോലും നോക്കിയില്ല എന്ന് കെ സുരേന്ദ്രനെ അനുകൂലിക്കുന്നവരും പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവർ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ വോട്ട് ചേർക്കൽ അടക്കമുള്ള കാര്യങ്ങളിൽ ആദ്യഘട്ടം മുതൽ കൗൺസിലർമാരുടെ ഭാഗത്തുനിന്നോ മറ്റോ ഇടപെടൽ ഉണ്ടായില്ല എന്നൊരാക്ഷേപം കൂടി അവർ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, തോൽവിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം കെ സുരേന്ദ്രന്റെ തലയിലേക്ക് വരും. ചൊവ്വാഴ്ചത്തെ ബി.ജെ.പി ഭാരവാഹി യോഗത്തിൽ കെ സുരേന്ദ്രനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും. വി മുരളീധരനും ഇപ്പോൾ അദ്ദേഹത്തിന്റെ രക്ഷയ്ക്കില്ല. എസ് ശ്രീകാന്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. അങ്ങനെ ഇപ്പോൾ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരെ പടയൊരുക്കമാണ് പാർട്ടിയിൽ. എ ക്ലാസ് മണ്ഡലത്തിലെ കനത്ത തോൽവിക്ക് പിന്നാലെ പാലക്കാട് ബി.ജെ.പി നേതൃത്വത്തിൽ കലഹം. തോൽവിൽ വിമർശനം ഉന്നയിച്ച എൻ ശിവരാജന്റെ നിലപാട് തള്ളി സി കൃഷ്ണകുമാർ രംഗത്തെത്തി. ബി.ജെ.പി ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസിനെതിരെ ജില്ലാ കമ്മിറ്റി അംഗം സുരേന്ദ്രൻ തരൂരും തുറന്നടിച്ചു. കനത്ത തോൽവിക്ക് പിന്നാലെ ആദ്യം വെടിപൊട്ടിച്ചത് ബി.ജെ.പി ദേശീയ കൗൺസിൽ അംഗം എൻ ശിവരാജൻ. ശിവരാജന്റേത് പാർട്ടി അഭിപ്രായമല്ലെന്നാണ് സി കൃഷ്ണകുമാറിന്റെ മറുപടി.
ശോഭ സുരേന്ദ്രൻ നിന്നിരുന്നെങ്കിൽ വിജയിക്കുമെന്ന് പറയുന്നത് എന്ത് കണക്കുകളുടെ അടിസ്ഥാനത്തിലെന്ന് മനസ്സിലാകുന്നില്ലെന്ന് സി കൃഷ്ണകുമാർ. ഞാൻ ഒരു വേദിയിലും ഒരാളോടും ഞാൻ ആവശ്യപ്പെട്ടില്ല എനിക്ക് മത്സരിക്കണം എന്നുള്ളത്. അതിലുള്ള ഒരു ചരടുവലിയും ഞാൻ നടത്തിയിട്ടില്ല. ശിവരാജേട്ടൻ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. അദ്ദേഹം പറഞ്ഞതിൽ സാധ്യത ഉണ്ടോ എന്നുള്ളത് അദ്ദേഹത്തിനെ അറിയുള്ളൂ. അദ്ദേഹം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ലല്ലോ. ജില്ലാ നേതൃത്വത്തിനെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ച് ജില്ലാ കമ്മിറ്റി അംഗം സുരേന്ദ്രൻ തരൂരും രംഗത്തെത്തി. നേതാക്കൾ വേദിയിൽ മാത്രമിരിക്കാതെ പ്രവർത്തകരുടെ പ്രശ്നങ്ങൾ ചോദിച്ചു മനസ്സിലാക്കണം. നേതാക്കന്മാരെല്ലാവരും സ്റ്റേജിൽ നിന്നിട്ടോ മുകളിൽ നിന്നിട്ടുള്ള പ്രവർത്തനം കൊണ്ട് തന്നെ നടക്കില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഈ ഹരിദാസിനെയോ അല്ലെങ്കിൽ ഒരു ഈ ഓമനക്കുട്ടനെ അല്ലെങ്കിൽ ഇവരാരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പാലക്കാട്ടെ തോൽവിയിൽ പ്രവർത്തകർക്കിടയിൽ കടുത്ത അതൃപ്തിയുണ്ട്. 24 പാലക്കാട്. പാലക്കാടും വയനാടും വൻ വിജയമാണെങ്കിലും ചേലക്കരയിലെ തോൽവി കോൺഗ്രസ് നേതൃത്വത്തെ അസ്വസ്ഥമാക്കുന്നുണ്ട്. ചേലക്കരയിൽ തന്റെ കണക്ക് തെറ്റിയെന്ന് പ്രതിപക്ഷ നേതാവും പരാജയം മുന്നറിയിപ്പാണെന്ന് കെ മുരളീധരനും പറഞ്ഞു. സംസ്ഥാന നേതൃത്വത്തിന് എതിരെ പ്രാദേശിക തലത്തിലും എതിർപ്പ് ശക്തമായി. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ രൂക്ഷ വിമർശനമാണ് പ്രാദേശിക നേതാക്കളിൽ നിന്ന് രമ്യ ഹരിദാസിനെതിരെയും നേതൃത്വത്തിനെതിരെയും ഉയരുന്നത്. നേതൃത്വം കാര്യങ്ങൾ മനസ്സിലാക്കി പെരുമാറണമായിരുന്നുവെന്ന് മണ്ഡലം കമ്മിറ്റിയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നേതാക്കൾ തുറന്നടിച്ചു. രമ്യ ഹരിദാസിനെതിരെയും വിമർശനം. ചേലക്കരയിൽ തന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തുറന്നു സമ്മതിച്ചു. ഞങ്ങൾ ജയിക്കുമെന്ന് കരുതിയ ഒരാളാണ് ഞാൻ പറയാം. എൻ്റെ കണക്ക് തെറ്റിയ സ്ഥലമാണ് ചേലക്കരയിൽ. ഞാനത് സമ്മതിച്ചല്ലോ. ഞാനൊരു 3000 വോട്ടിന്റെ വ്യത്യാസത്തിലെങ്കിലും ജയിക്കുമെന്ന് കരുതിയ ഇതാണ്. ഉപതെരഞ്ഞെടുപ്പ് ഫലം കോൺഗ്രസിനുള്ള മുന്നറിയിപ്പെന്ന് കെ മുരളീധരൻ. ചേലക്കരയിൽ നല്ല വർക്ക് തവണ നടന്നിരുന്നു. ആ വർക്കിനനുസരിച്ച് റിസൾട്ട് ഉണ്ടായിട്ടില്ല. അത് ഞങ്ങൾ പരിശോധിക്കും. ഈ വിജയത്തിനോടൊപ്പം തന്നെ വാണിംഗും ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം ചേലക്കരയിലെ ഒരു വാണിംഗ് ആണ്. എതിർ സ്ഥാനാർത്ഥി ആരായിരുന്നാലും കോൺഗ്രസിന്റെ നയവും നിലപാടുമാണ് മണ്ഡലത്തിൽ ചർച്ചയാവുകയെന്നും യു ആർ പ്രദീപ് 24നോട് പറഞ്ഞു. കോൺഗ്രസ് എങ്ങനെ ഏത് സ്ഥാനാർത്ഥി വന്നാലും അവർ ഇന്നലെ വരെ കൈകാര്യം ചെയ്ത രീതി, അവരുടെ നയങ്ങൾ, ഇതെല്ലാം തന്നെയാണല്ലോ ജനം പരിശോധിക്കുക. അങ്ങനെ പരിശോധിച്ചപ്പോൾ മെച്ചപ്പെട്ടത് ഇവിടെ ഇടതുപക്ഷം തന്നെയാണ്. ചേലക്കര തോൽവിയിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനടക്കം പരാതി നൽകാനുള്ള നീക്കത്തിലാണ് ഒരു വിഭാഗം പ്രാദേശിക നേതാക്കൾ. 24 ചേലക്കര. 2026 ഭരണമാറ്റം പ്രതീക്ഷിക്കുന്ന UDF-ന് മുന്നിൽ ഇനിയും കടമ്പകളേറെയുണ്ട്. ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് വാദിക്കുമ്പോഴും ഒരു സിറ്റിംഗ് സീറ്റും LDF-ൽ നിന്ന് പിടിച്ചെടുക്കാൻ UDF-ന് കഴിഞ്ഞില്ല. ഏറെ വിവാദങ്ങൾ വേട്ടയാടുമ്പോഴും സർക്കാരിൽ നിന്നൊരു സീറ്റ് കുറയ്ക്കാൻ UDF-ന് ഇനിയും കഴിഞ്ഞിട്ടില്ല. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് 5 ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു. 4ലും വിജയിച്ചെങ്കിലും എല്ലാം UDF ഭരിച്ച സീറ്റുകൾ നിലനിർത്തിയതായിരുന്നു. LDF-ന്റെ സിറ്റിംഗ് സീറ്റിൽ ഈ സർക്കാരിന്റെ കാലത്ത് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ആദ്യം. ഭൂരിപക്ഷം കുറച്ചെങ്കിലും വിജയിക്കാനായില്ല. 2016-ൽ UR പ്രദീപ് നേടിയതിനേക്കാൾ ഭൂരിപക്ഷം ഇത്തവണ നേടിയതും UDF-ന് തിരിച്ചടി. ഭരണവിരുദ്ധ വികാരമെന്ന് പ്രചരിപ്പിക്കാനും കഴിയില്ല. പാലക്കാട് വലിയ വിജയം നേടിയെങ്കിലും LDF-ന്റെ വോട്ട് കുറയ്ക്കാനായില്ല. 2026-ൽ അധികാരം സ്വപ്നം കാണുന്ന UDF-ന് അടിത്തട്ടിൽ കാര്യമായി പണിയെടുക്കേണ്ടി വരും. തൃശൂരിൽ ഉൾപ്പെടെ സംഘടനാ ദൗർബല്യം നേതൃത്വം തിരിച്ചറിയുന്നുണ്ട് എന്നായിരുന്നു വി ഡി സതീശന്റെ പ്രസ്താവന. തൃശ്ശൂരത്തെ സംഘടനാ സംവിധാനത്തിലുള്ള പാളിച്ചകൾ, സംഘടനാ ദൗർബല്യങ്ങൾ മുഴുവൻ പരിഹരിച്ച് തൃശ്ശൂര് ഒരു 10-20 വർഷം മുമ്പ് എങ്ങനെയായിരുന്നു തൃശ്ശൂർ? UDF-ന്റെ കോട്ടയായിരുന്നു. ആ സ്ഥിതിയിലേക്ക് ഞങ്ങൾ 1 വർഷം കൊണ്ട് ആ തൃശ്ശൂർ ജില്ലയെ എത്തിക്കും. ആദ്യ ലക്ഷ്യം 1 വർഷത്തിനുള്ളിൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. ഇപ്പോഴേ ഒരുങ്ങാൻ പ്രവർത്തകരോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംഘടനാ ദൗർബല്യം നേരിടുന്ന ജില്ലകളിൽ നേതൃത്വം നേരിട്ട് പ്രശ്നപരിഹാരത്തിന് ഇടപെടും. വേഗത്തിൽ ബൂത്ത് കമ്മിറ്റികൾ പുനഃസംഘടിപ്പിച്ച് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ KPCC ഇതിനകം നിർദ്ദേശം നൽകി. BJP വോട്ട് വർദ്ധിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ ചോരുന്ന കോൺഗ്രസ് വോട്ട് പിടിച്ചു നിർത്താനുള്ള ഇടപെടലും ഇനി ആരംഭിക്കും. 24 തിരുവനന്തപുരം. ഇപ്പോൾ ആർ അച്യുതൻ ഒരു വാർത്ത അറിയിക്കുന്നുണ്ട്. ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ഇന്ന് വൈകിട്ട് രാജിവെക്കും. റാഞ്ചിയിലെ രാജ്ഭവനിലെത്തി ഗവർണർക്ക് രാജിക്കത്ത് നൽകും. പുതിയ സർക്കാർ രൂപീകരണത്തിനുള്ള അവകാശവാദവും അദ്ദേഹം ഉന്നയിക്കുമെന്നാണ് ആർ അച്യുതൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഡൽഹിയിൽ നിന്ന്. വയനാട്ടിലെ പ്രചാരണത്തിൽ CPIM അവഗണിച്ചുവെന്ന് CPIക്കുള്ളിൽ ഒരു വിഭാഗത്തിന്റെ പരാതി. ഇടതുപക്ഷത്തിന് ലഭിക്കേണ്ട കുറേ വോട്ടുകൾ പോൾ ചെയ്യാതെ പോയെന്ന് സ്ഥാനാർത്ഥിയായിരുന്ന സത്യൻ മൊകേരി പ്രതികരിച്ചു. പ്രചാരണത്തിൽ പാളിച്ചുണ്ടായി എന്ന വിമർശനം LDF കൺവീനർ TP രാമകൃഷ്ണൻ തള്ളി. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ തോറ്റതിന് പൂരം കലക്കിയ പോലീസിനെ കുറ്റം പറയാമെങ്കിലും വയനാട്ടിൽ വോട്ട് കുറഞ്ഞത് CPIക്ക് വലിയ തലവേദനയുണ്ടാക്കും. വയനാട്ടിൽ പരാജയം ഉറപ്പായിരുന്നെങ്കിലും രാഹുൽ ഗാന്ധിക്കെതിരെ ആനി രാജയ്ക്ക് കിട്ടിയതിൽ 71,616 വോട്ടുകളാണ് ചോർന്നുപോയത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും മറ്റു പ്രവർത്തനങ്ങളിലും വലിയ പാളിച്ചയുണ്ടായെന്നാണ് CPIയുടെ വിലയിരുത്തൽ. പ്രചാരണ റാലികളിലും പ്രവർത്തനത്തിലും CPIM നേതാക്കളുടെ സാന്നിധ്യം കുറഞ്ഞു. 10,000 പേരെങ്കിലും പങ്കെടുക്കേണ്ട മുഖ്യമന്ത്രിയുടെ റാലിയിൽ പോലും പങ്കെടുത്തത് പകുതിയിൽ താഴെ ആളുകളാണെന്നും CPI വിലയിരുത്തുന്നു. ഗൃഹസമ്പർക്കവും പോളിംഗ് ദിനത്തിലെ ഏകോപനവും മോശമായെന്നും വിലയിരുത്തലുണ്ട്.
തോൽക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യണമോ എന്ന് ചിന്തിച്ച് വോട്ട് ചെയ്യാത്തവരുണ്ടെന്ന് വയനാട് LDF സ്ഥാനാർത്ഥിയായിരുന്ന സത്യൻ മൊകേരി. വോട്ട് ചെയ്യുന്നതിൽ തീർച്ചയായിട്ടും ഉത്സാഹം കാണിച്ചു കാണില്ല. അത് LDFന്റെ സംഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങളല്ല. വോട്ടർമാരിൽ എന്തിനാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പോയി വോട്ട് ചെയ്യുന്നത് എന്ന് ഒരു വിഭാഗം ചിന്തിച്ച് കാണും. വോട്ട് കുറഞ്ഞത് പരിശോധിക്കുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ വ്യക്തമാക്കി. പ്രചാരണത്തിൽ പാളിച്ചയുണ്ടായെന്ന വിമർശനവും TP രാമകൃഷ്ണൻ തള്ളി. ഈ പോളിംഗിൻ്റെ നില വെച്ചുകൊണ്ട് എന്താണ് ഓരോ സ്ഥലത്തുള്ള യഥാർത്ഥ സ്ഥിതി എന്നുള്ളത് വിശകലനം ചെയ്തതിന് ശേഷമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഇക്കാര്യത്തിൽ CPM-ഉം CPM തമ്മിലൊരു അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല. അത് പരിശോധിക്കുന്നു തന്നെയാണ് പറഞ്ഞത്. അത് CPM-ഉം പരിശോധിക്കുന്നു തന്നെയാണ് പറഞ്ഞത്. വിജയസാധ്യതയില്ലാത്ത മണ്ഡലത്തിൽ മുതിർന്ന നേതാവായ സത്യൻ മൊകേരിയെ സ്ഥാനാർത്ഥിയാക്കിയത് CPI-ക്കുള്ളിലും വിമർശനത്തിന് വഴിവെച്ചിട്ടുണ്ട്. BJP ചെയ്തതുപോലെ യുവനിരയെ ഇറക്കി ഭാവിയിലേക്ക് സജ്ജമാകണമായിരുന്നുവെന്ന അഭിപ്രായം പാർട്ടിക്കുള്ളിൽ ശക്തമാണ്. 24 തിരുവനന്തപുരം. പാലക്കാട് 3ാം സ്ഥാനത്തായെങ്കിലും ഡോക്ടർ പി സരിനെ കൈവിടില്ല എന്ന് വ്യക്തമാക്കി CPIM. പി സരിൻ തിളങ്ങുന്ന നക്ഷത്രമാകുമെന്നായിരുന്നു CPIM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലന്റെ പ്രതികരണം. പി സരിന്റെ സ്ഥാനാർത്ഥിത്വത്തെ പരോക്ഷമായി വിമർശിച്ച് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രംഗത്തെത്തി. സരിനെ ഏതെങ്കിലും രൂപത്തിൽ നിരാശപ്പെടുത്താൻ ആരും ശ്രമിക്കണ്ട. സഖാവ് സരിൻ കേരള രാഷ്ട്രീയത്തിലെ തിളങ്ങുന്ന ഒരു നക്ഷത്രമാകാൻ പോവുകയാണ്. അദ്ദേഹത്തെ ഡീമോറലൈസ് ചെയ്യാൻ, അദ്ദേഹത്തെ ആക്രമിക്കാൻ ഇടതുപക്ഷം സമ്മതിക്കില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമ്മതിക്കില്ല. ഡോക്ടർ പി സരിനെതിരെ പാർട്ടിയിലും മുന്നണിക്കുള്ളിലും വിമർശനമുയരുന്നുണ്ടെങ്കിലും ചേർത്തു നിർത്താനാണ് CPIM തീരുമാനം. തെരഞ്ഞെടുപ്പ് ഫലം വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ പി സരിന് കവചമൊരുക്കി CPIM നേതാക്കൾ രംഗത്തിറങ്ങി. സരിൻ ഈ തെരഞ്ഞെടുപ്പ് LDF പാലക്കാട്ട് വിജയിക്കുമെന്ന ഉറപ്പിൽ വന്ന ഒരാളല്ല. സരിനെ ഇടതുപക്ഷക്കാരനാക്കിയിട്ട് തന്നെ ഞങ്ങളൊപ്പം നിർത്തും. പരാജയത്തിൽ നിരാശയില്ലെന്ന് 24 മോർണിംഗ് ഷോയിൽ ഡോക്ടർ പി സരിനും വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് ജയവും പരാജയവുമല്ല, ഒരു പൊതുരംഗത്ത് ഇടപെടുന്ന ഒരാളുടെ അവസാനത്തെ ജനങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാനുള്ളതിൻ്റെ സൂചന. അത് നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടാനുള്ള ഒരു വഴി മാത്രമാണല്ലോ തെരഞ്ഞെടുപ്പ്. അപ്പോൾ അതിൽ പരാജയപ്പെട്ടു എന്നുള്ളത് കൊണ്ട് തന്നെ നിരാശയല്ല ഉള്ളത്, പകരം കൂടുതൽ പ്രതീക്ഷയാണ്. ഡോക്ടർ പി സരിന്റെ സ്ഥാനാർത്ഥിത്വത്തെ വിമർശിച്ച് CPI നേതാക്കൾ ഉൾപ്പെടെ വിമർശനവുമായി എത്തിയതിന് പിന്നാലെയാണ് CPIM നേതാക്കളുടെ പ്രതിരോധം. രായ്ക്ക് രാമാനമുള്ള രാഷ്ട്രീയ കൂടുമാറ്റത്തെക്കുറിച്ച് എല്ലാ പാർട്ടികളും ഗൗരവമായി ചിന്തിക്കണമെന്നായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ പരോക്ഷ വിമർശനം. ഈ രായ്ക്ക് രാമാനം ഉണ്ടാകുന്ന രാഷ്ട്രീയ ചേരുമാറ്റത്തെപ്പറ്റി എല്ലാ പാർട്ടികളും ഗൗരവമായി ചിന്തിക്കണം. അങ്ങനെയുള്ള മാറ്റങ്ങളുടെ ആശയ അടിത്തറ എന്താണ്? ആശയപരമായി, ചിന്താപരമായി, രാഷ്ട്രീയമായി ഉണ്ടാകുന്ന മാറ്റമാണോ അത്തരം മാറ്റങ്ങൾ? ബിനോയ് വിശ്വത്തിന്റെ വിമർശനം തന്നെ ഉദ്ദേശിച്ചാണെന്ന് ദുർവ്യാഖ്യാനം ചെയ്യേണ്ടെന്നായിരുന്നു പി സരിന്റെ മറുപടി. പി സരിനെ അറിയില്ലെന്ന് CPIയുടെ മുതിർന്ന നേതാവ് C ദിവാകരൻ പറഞ്ഞു. ഡോക്ടർ പി സരിനെ തിരിച്ചെടുക്കാൻ താൽപ്പര്യമില്ലെന്ന് KPCC അധ്യക്ഷൻ K സുധാകരനും തുറന്നടിച്ചു. ന്യൂസ് ഡെസ്ക് 24. പാലക്കാട്ട് വിജയത്തെ ചൊല്ലി CPIM കോൺഗ്രസ് വാക്പോര്. വിജയം വർഗീയ സംഘടനകളുടെ വോട്ട് നേടിയെന്ന ആരോപണം ശക്തമാക്കുകയാണ് CPIM. എന്നാൽ BJPക്കും CPIM-നും ഒരേ നാവ് എന്ന മറുപടിയാണ് കോൺഗ്രസിന്റേത്. വടകര ഡീലിന്റെ തുടർച്ചയാണ് പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്ന ആരോപണമാണ് CPIM നേതാക്കളുടേത്. SDPI ജമാഅത്തെ ബാന്ധവം ആരോപിച്ചാണ് ഫലം വന്ന ശേഷവും നേതാക്കളുടെ പ്രതികരണങ്ങൾ. കേരളത്തിൽ SDPI-യും ജമാഅത്തും തമ്മിൽ അവരെ യോജിപ്പിച്ച് UDF-ന്റെ പക്ഷത്ത് ഉറപ്പിച്ചു നിർത്താനുള്ള ശ്രമമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നടത്തിയിട്ടുള്ളത്. ഒരു ഭാഗത്ത് RSS-ഉമായി കൂട്ടുകെട്ടുണ്ടാക്കുക, മറ്റൊരു ഭാഗത്ത് SDPI-യുമായി കൂട്ടുകെട്ടുണ്ടാക്കുക. അപ്പോൾ ഈ രൂപത്തിൽ നെറികെട്ട ഒരു സമീപനം കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേവരെ കാട്ടിയിട്ടില്ല. CPIM വിമർശനത്തിന് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തി. BJPക്കും CPIM-നും ഒരേ നാവെന്ന് VD സതീശൻ. SDPI-യുടെ പിന്തുണയ്ക്ക് പോയിട്ടില്ലെന്ന് KPCC അധ്യക്ഷനും പറഞ്ഞു. BJPക്ക് വോട്ട് കുറഞ്ഞതിന് CPM-ന് എന്തിനാണ് ഇത്ര സങ്കടം? അപ്പോൾ BJPയുടെ വോട്ട് ഗണ്യമായിട്ട് കുറഞ്ഞു. അതിൽ ഏറ്റവും സങ്കടം BJPക്കാരെക്കാളും സങ്കടം CPM-നാണ്. അത് അവരാഗ്രഹിച്ചത് വന്നിട്ടുണ്ടാവാം. ഞങ്ങൾ ആരും അവരെ പിന്തുണക്ക് പോയിട്ടില്ല, അവരാരും ഇങ്ങോട്ടും വന്നിട്ടില്ല, ഞങ്ങൾ അങ്ങനെ ഒരു വോട്ട് ചോദിച്ചിട്ടില്ല. ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ആരും ചെയ്യും, സ്വാഭാവികമാണ്. CPIM ആരോപണത്തെ രാഹുൽ മാങ്കൂട്ടത്തിലും തള്ളി. ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്തും SDPI ജമാഅത്തെ ബന്ധം ആരോപിച്ച് UDF-നെതിരെ LDF രംഗത്തെത്തിയിരുന്നു. പൊളിറ്റിക്കൽ ഡെസ്ക് 24. സന്ദീപ് വാര്യർ CPI-യുമായി ചർച്ച നടത്തിയിരുന്നുവെന്ന 24 വാർത്ത സ്ഥിരീകരിച്ച് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ചർച്ചയിൽ വ്യവസ്ഥകൾ CPI മുന്നോട്ട് വെച്ചെന്നും എന്തുകൊണ്ടാണ് സന്ദീപ് വാര്യർ സ്വീകരിക്കാതിരുന്നത് എന്ന് അറിയില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. സന്ദീപ് വാര്യരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്.
ആദ്യം പറഞ്ഞ വ്യവസ്ഥ ഇതാണ്, ആശയപരമായ മാറ്റമാണെങ്കിൽ സംസാരിക്കാം, ആശയപരമായ മാറ്റമാണെങ്കിൽ ഇത് കണ്ടീഷനായിരുന്നു. രണ്ടാമത്തെ വ്യവസ്ഥ ഒന്നും പ്രതീക്ഷിക്കാൻ പാടില്ല, നത്തിങ് ടു ഓഫർ. CPI പോലത്തെ പാർട്ടിക്ക് നിങ്ങളെപ്പോലത്തെ ആൾക്ക് തരാൻ വേണ്ടി കയ്യിലൊന്നുമില്ല. സംശുദ്ധമായ രാഷ്ട്രീയത്തിൻ്റെ അന്തസ്സാർന്ന രാഷ്ട്രീയ പ്രവർത്തനമല്ലാതെ മറ്റൊന്നും തരാനില്ല എന്ന് CPI സംസാരിച്ച വേളയിൽ ഖണ്ഡിതമായി പറഞ്ഞിട്ടുമുണ്ട്. അതാണ് CPI, അതാണ് ആ ചർച്ച. ഇത് രണ്ടും പറ്റാത്തത് കൊണ്ടാണ് എനിക്കറിയില്ല. എന്നാൽ ബിനോയ് വിശ്വം തന്നെ ഇങ്ങോട്ടേയാണ് വിളിച്ചത് എന്നാണ് സന്ദീപ് വാര്യരുടെ മറുപടി. ഞാൻ ബിനോയ് വിശ്വത്തെ ഏറെ ബഹുമാനിക്കുന്നൊരു നേതാവാണ്. അദ്ദേഹം ഈ ചർച്ച എന്ന് ഉദ്ദേശിച്ചത് അദ്ദേഹം ഈ ഫോണിൽ വിളിച്ച് എന്നെ സ്വാഗതം ചെയ്ത് തന്നെയാണോ ചർച്ച എന്ന് ഉദ്ദേശിച്ചത് എനിക്കറിയില്ല. അദ്ദേഹം പറഞ്ഞ ഈ വാക്ക്, അദ്ദേഹം പ്രയോഗിച്ച വാക്ക് ഇതാണ്. ആ മലയാളത്തിലെ അദ്ദേഹത്തിൻ്റെ പ്രയോഗമാണ് എന്നെ അത് ഓർമ്മിച്ച് വയ്ക്കാൻ. സ്വച്ഛന്തമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ CPIയിലേക്ക് സ്വാഗതം എന്നാണ് പറഞ്ഞത്. അങ്ങോട്ടാണ് CPI സമീപിച്ചത്. ഞാൻ ഒരിക്കലും CPIയുടെ ഒരു നേതാവിനെയും അങ്ങോട്ട് വിളിച്ചിട്ടില്ല, ഒരു നേതാവിനെ ഞാൻ പോയി കണ്ടിട്ടില്ല, അവരെന്നെയും വന്ന് കണ്ടിട്ടില്ല. ഫോണിൽ 2 കോളുകൾ, അതിലപ്പുറം ഒന്നുമില്ല. വിവാദ അനുഗ്രഹ പരാമർശത്തിൽ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമിനെ തിരുത്തി PK കുഞ്ഞാലിക്കുട്ടി. PMA സലാമിൻ്റെത് മുസ്ലിം ലീഗിന്റെ നിലപാടല്ലെന്നും ഇത്തരം പരാമർശങ്ങൾ എതിർക്കപ്പെടേണ്ടതാണെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കൂടുതൽ സംസ്ഥാന നേതാക്കളും PMA സലാമിനെതിരെ രംഗത്തെത്തി. വിവാദ അനുഗ്രഹ പരാമർശത്തിൽ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചതിനു പിന്നാലെയാണ് PK കുഞ്ഞാലിക്കുട്ടി PMA സലാമിനെ തിരുത്തിയത്. അപഹസിക്കലും മറ്റു കാര്യങ്ങളൊന്നും ഞങ്ങളുടെ രീതിയല്ല, അത് ഞങ്ങൾ ഓൺ ചെയ്യുന്നുമില്ല. തങ്ങന്മാരെ ഉൾപ്പെടുത്തി ചെയ്തതുകൊണ്ട് അത് സംശയത്തിന് ഇടവരാത്ത വിധം അത് നിഷേധിക്കുകയാണ്. സമസ്ത ലീഗ് ബന്ധം വഷളാകുന്ന പ്രസ്താവനകൾ ഇരുപക്ഷത്തു നിന്നും ഒഴിവാക്കണമെന്ന നേതൃതല ധാരണ PMA സലാം ലംഘിച്ചു എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പരസ്യമായി കുഞ്ഞാലിക്കുട്ടി തന്നെ നേരിട്ട് രംഗത്തെത്തിയത്. ഇപ്പോൾ സമസ്തയിൽ നിന്ന് തന്നെ അത്തരം ഒരു പ്രസ്താവന വന്നു, മുക്കം വൈസിയുടേതായി. അതിനെതിരായി ജനരോഷം ഉണ്ടായി. അപ്പം അങ്ങനെ ആ ജനരോഷം കണ്ടു നിൽക്കുന്ന ഞങ്ങൾ ഇത്തരം ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നാൽ അതിനെ കാണേണ്ടത് അതേ രീതിയിലാണ്. സാദിഖ് അലി ശിഹാബ് തങ്ങൾ അനുഗ്രഹിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചപ്പോൾ മറ്റൊരു നേതാവ് അനുഗ്രഹിച്ച ഡോക്ടർ P സരീൻ മൂന്നാമതായി എന്നായിരുന്നു മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാമിന്റെ പരാമർശം. പാലക്കാട്ടെ തിരഞ്ഞെടുപ്പ് വിജയത്തിനു പിന്നാലെ കുവൈറ്റ് KMCC സംഘടിപ്പിച്ച പരിപാടിക്കിടെയായിരുന്നു വിവാദ പരാമർശം. ഇത് ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കെതിരെയാണെന്ന് സമസ്തയിൽ നിന്നുൾപ്പെടെ വിമർശനം ഉയർന്നതിനു പിന്നാലെ താൻ ഉദ്ദേശിച്ചത് പിണറായി വിജയനെയാണ് എന്ന് സലാം വിശദീകരിച്ചു. അത് മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ്. അദ്ദേഹം അനുഗ്രഹിച്ച സ്ഥാനാർത്ഥിയാണ് 3ാം സ്ഥാനത്ത് പോയത്. ആ പ്രസ്താവന ബഹുമാനപ്പെട്ട മുത്തുക്കോയ തങ്ങളുടെ, ജിഫ്രി തങ്ങളുടെ പേരിലാക്കി മാറ്റുന്നവരാണ് ബഹുമാനപ്പെട്ട മുത്തുക്കോയ തങ്ങൾ ജിഫ്രിയെ അപമാനിക്കുന്നത്. PMA സലാം അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന് INL വിമർശിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോഴിക്കോട്. ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ CPIഎമ്മിനെ വിമർശിച്ചും UDFിനെ പുകഴ്ത്തിയും സമസ്ത മുഖപത്രം സുപ്രഭാതം. സാമുദായിക വിഭാഗീയത ഉൾപ്പെടെയുള്ള വില കുറഞ്ഞ പ്രചാരണം പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുണ്ടായി. എന്നാൽ അർഹിക്കുന്ന അവജ്ഞയോടെ ഈ പ്രചാരണത്തെ ജനാധിപത്യ കേരളം തള്ളി. പാലക്കാട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പരീക്ഷിച്ചിട്ടും എന്തുകൊണ്ട് 3ാം സ്ഥാനത്ത് നിന്ന് കരകയറാൻ കഴിഞ്ഞില്ല എന്ന് CPIഎം പരിശോധിക്കണമെന്ന് മുഖപ്രസംഗത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. വോട്ടെടുപ്പ് തലേന്ന് സുപ്രഭാതത്തിൽ LDF പരസ്യം പ്രസിദ്ധീകരിച്ചത് വിവാദമായിരുന്നു. പാലക്കാട് CPIഎമ്മിൽ പൊട്ടിത്തെറി. പാർട്ടി ബന്ധമില്ലാത്തവരെ ഉൾപ്പെടുത്തി ലോക്കൽ സമ്മേളനം നടത്തിയെന്നാണ് ആരോപണം. കൊടിഞ്ഞാമ്പാറയിലാണ് സമാന്തര യോഗം ചേർന്നത്. നിഖിൽ പ്രമേഷ് ഉണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ പാലക്കാട് നിന്ന്. നിഖിൽ, നേരത്തെയും തെരഞ്ഞെടുപ്പ് കാലത്തൊരു സമാന്തര യോഗം നമ്മൾ കണ്ടതാണല്ലോ, അവർ തന്നെയാണോ? തീർച്ചയായിട്ടും ഉന്മേഷ്, അവിടെ ലോക്കൽ സെക്രട്ടറിയെ തെരഞ്ഞെടുത്തതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഏതാനും നാളുകളായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഔദ്യോഗിക വിഭാഗത്തിന്റെ ലോക്കൽ കമ്മിറ്റി സമ്മേളനം നടക്കുന്ന അതേ ദിവസം ഈ സമാന്തര വിഭാഗം യോഗം ചേരുന്ന സാഹചര്യം ഉണ്ടായത്. അവർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്നുള്ളത് ജില്ലാ സെക്രട്ടറി ഏകപക്ഷീയമായി പെരുമാറുന്നു. അദ്ദേഹം ഒരു പാർട്ടി ബന്ധവും ഇല്ലാത്ത ആളുകളെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് ചുമതലകളും മറ്റും നൽകുന്നു. അപ്പോൾ ദീർഘനാളായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗത്തെ മുറിവേൽപ്പിക്കുകയാണ് ഇതിലൂടെ എന്നുള്ള കടുത്ത ആരോപണമാണ് അവർ ഉന്നയിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്നിപ്പോൾ ഔദ്യോഗിക വിഭാഗത്തിന്റെ സമ്മേളനം നടക്കുന്ന അതേ ദിവസം തന്നെ ഈ സമാന്തര വിഭാഗവും അവിടെ യോഗം ചേരുന്ന സാഹചര്യം ഉണ്ടായത്. ഇതിലും കൂടുതൽ ആളുകൾ, അതായത് ഈ സമാന്തര വിഭാഗത്തിന്റെ സമ്മേളനത്തിലും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന സാഹചര്യമുണ്ട്. മുഴുവൻ പ്രതിനിധികളും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ് വിമത വിഭാഗം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. കോൺഗ്രസിൽ നിന്നും വന്നയാളെ ചട്ടങ്ങളോ മറ്റോ ഒന്നും തന്നെ പാലിക്കാൻ
പരിഗണിക്കാതെ പെട്ടെന്ന് ഒരു ദിവസം ലോക്കൽ സെക്രട്ടറി ആക്കി എന്നുള്ളതാണ് അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം. ഈ സമാനമായിട്ടുള്ള നിലപാടുകൾ തുടരുകയാണെങ്കിൽ കൂടുതൽ ആളുകൾ പാർട്ടി വിടുന്നൊരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ള പരാതി കൂടി വിമത വിഭാഗം ഉന്നയിക്കുന്നുണ്ട്. ശരി, നിഖിൽ പ്രമേശാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്. നമ്മളിനി പോകുന്നത് മണിപ്പൂരിലേക്കാണ്. മണിപ്പൂർ കലുഷിതം. സംഘർഷം തുടരുന്ന മണിപ്പൂരിന്റെ ഇൻഡോ മ്യാൻമർ അതിർത്തിയിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി സുരക്ഷാ ഉപദേഷ്ടാവ് കുൽദീപ് സിംഗ് സംസ്ഥാനത്തെ ഇന്റർനെറ്റ് നിരോധനം 2 ദിവസത്തേക്ക് കൂടി നീട്ടി. MLA-മാരുടെ വീടുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളിൽ 7 പേർ അറസ്റ്റിലായി. ആക്രമണങ്ങളും ഏറ്റുമുട്ടലുകളും ആവർത്തിക്കുന്ന പശ്ചാത്തലത്തിൽ മണിപ്പൂരിൽ സുരക്ഷ ഉറപ്പാക്കാൻ കൂടുതൽ സൈന്യത്തെ വിന്യസിച്ചു. 20 കമ്പനി സൈന്യം കൂടി സംസ്ഥാനത്തെത്തും. ഇൻഡോ മ്യാൻമാർ അതിർത്തിയിൽ സുരക്ഷാ ഉപദേഷ്ടാവ് കുൽദീപ് സിംഗ് നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. അതിർത്തി നഗരമായ മോറയിലെ നിലവിലെ സാഹചര്യങ്ങൾ മണിപ്പൂർ DGP രാജീവ് സിംഗും സുരക്ഷാ ഉപദേഷ്ടാവ് കുൽദീപ് സിംഗും പരിശോധിച്ചു. ഓരോ മേഖലയിലെയും ചെക്ക് പോസ്റ്റുകളിലും ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ക്രമസമാധാനം കണക്കിലെടുത്ത് മണിപ്പൂരിൽ 2 ദിവസത്തേക്കൂടി ഇന്റർനെറ്റ് സേവനങ്ങൾക്കുള്ള നിരോധനം നീട്ടി. ജിരിബാം, ഫെർസാൽ ജില്ലകളിലും ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തി. മണിപ്പൂരിലെ MLA-മാരുടെ വീടുകൾക്ക് നേരെ ആക്രമണം നടത്തിയ സംഭവത്തിൽ 7 പേരെ കൂടി അറസ്റ്റ് ചെയ്തു. ജനങ്ങൾക്ക് അവശ്യ സാധനങ്ങൾ വാങ്ങുന്നതിനായി രാവിലെ 5 മണി മുതൽ 12 വരെ കർഫ്യൂവിന് പ്രത്യേകം ഇളവ് അനുവദിച്ചിട്ടുണ്ട്. മണിപ്പൂരിലെ പൂർണ്ണ സുരക്ഷാ ചുമതല സുരക്ഷാ ഉപദേഷ്ടാവ് കുൽദീപ് സിംഗിന് നൽകി. ആക്രമണങ്ങൾ നടത്തുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാനാണ് നിർദ്ദേശം. ഇംഫാലിൽ നിന്ന് ക്യാമറാമാൻ ജിജീന്ദ്രനൊപ്പം വിനീത VG 24. മണിപ്പൂരിൽ കുക്കികൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾക്ക് മണിപ്പൂർ സർക്കാർ പിന്തുണ നൽകുന്നു എന്ന് കുക്കി നേതാവ് TS ഹോക്കിപ്പ് 24നോട്. ചികിത്സ ലഭിക്കാതെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിരവധി പേർ മരിച്ചു. സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കുമെതിരെ കുക്കികൾ ആക്രമണം നടത്തുന്നില്ലെന്നും TS ഹോക്കിപ്പ് പറഞ്ഞു. മണിപ്പൂരിൽ നിന്ന് വിനീത VG തയ്യാറാക്കിയ റിപ്പോർട്ട് 24 ബിഗ് എക്സ്ക്ലൂസീവ്. വേൾഡ് കുക്കീസോ ഇന്റലക്ച്വൽ കൗൺസിൽ കുക്കികളുടെ സംഘടനയാണ്. ആ സംഘടനയുടെ നേതാവ് ഡോക്ടർ TS ഹോക്കിപ്പ് 24നോടൊപ്പം ചേരുകയാണ്. Humans are facing the lot of critical situations. Yeah, sure. Lots of critical situations in terms of education. There are lots. Most of the cookie colonies there in Imphal city, about 19-20 cookie colonies, everything. They hardly escape with their own dress, very casual dress, they escape. Everything is burned down, the educational documents are burned down, everything, then whatever properties they have. So lots of problem is faced even by the students. Based on the incidents, this is like a war now, so how can you justify the war? We do not justify, but it is a sort of war already, because they're in a same state or in a same country. The state forces never favor one particular community, but here in the case of Manipur, all the state forces such as Manipur police, commando, then IRB, whatever, all the state forces, state personnel are deployed against the minority Kuki people. It is a war launched by the majority upon the minority tribals to snatch away their land. Actually, let me know one thing. So why you are so angry with the Meitei people? Actually, we are not angry. We are not angry because we are very friendly. The thing is that, see, they accuse us of many things. You will know. Chief Minister Biren Singh first of all stated that cookies are narco-terrorists. Then narratives change from time to time. No, last moment he will change. Within these 18 months, he have already changed 5 narratives. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ യാതൊരു തരത്തിലുള്ള ആക്രമണങ്ങളും നടത്താറില്ല. വലിയൊരു പോരാട്ടത്തിലാണ്. കുക്കികൾക്ക് മാത്രമായി ഒരു സംസ്ഥാനം വേണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം. ആ ആവശ്യവുമായി മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത്. ചുരാചന്ദ്പൂരിൽ നിന്ന് ക്യാമറാമാൻ ജിജീന്ദ്രനൊപ്പം വിനീത VG 24. മഹാരാഷ്ട്രയിലേക്കാണ്. വൻ ഭൂരിപക്ഷത്തോടെ മഹാരാഷ്ട്രയിൽ അധികാരം നിലനിർത്തിയ NDA സർക്കാർ രൂപീകരണ ചർച്ചയിലേക്ക് കടന്നു. ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയാകും എന്നാണ് സൂചന. നാളെ വാങ്കഡെ സ്റ്റേഡിയത്തിലാകും സത്യപ്രതിജ്ഞ.
സംസ്ഥാനത്ത് ഇന്നോളമുള്ള ഏറ്റവും വലിയ ജയമാണ് BJP നേടിയത്. പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും അവകാശപ്പെടാൻ കഴിയാതെ പ്രതിപക്ഷ പാർട്ടികൾ തകർന്നടിഞ്ഞു. ആധികാരിക ജയം നേടി അധികാരത്തിലെത്തുന്ന മുന്നണിയിൽ ആര് മുഖ്യമന്ത്രി എന്ന ചോദ്യമാണ് ബാക്കി. മുഖ്യമന്ത്രി പദം ഏക്നാഥ് ഷിൻഡെ വീണ്ടും ഒരിക്കൽ കൂടി കൊതിക്കുന്നുണ്ടെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ ഫട്നാവിസിന് തന്നെയാണ് സാധ്യത. RSS പിന്തുണയും ഇക്കാര്യത്തിലുണ്ട്. ഏക്നാഥ് ഷിൻഡെയും NCP നേതാവ് അജിത് പവാറും ഉപമുഖ്യമന്ത്രിമാരായേക്കും. അതേസമയം തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഞെട്ടൽ പ്രതിപക്ഷത്ത് മാറിയിട്ടില്ല. ഉറച്ച കോട്ടകളിൽ മുതിർന്ന നേതാക്കൾ പോലും തോറ്റുപോയത് അപ്രതീക്ഷിതമാണ്. വോട്ടെടുപ്പിൽ തിരിമറി ആരോപിക്കുകയാണ് മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ നടത്തിയ രമേശ് ചെന്നിത്തല. ഗ്രൗണ്ട് റിയാലിറ്റി പ്രതിഫലിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിജയമല്ല ഇത്. ഒരു കാരണവശാലും ഇങ്ങനൊരു വിജയം ഞങ്ങളാരും നമുക്ക് അംഗീകരിക്കാൻ പോലും കഴിയാത്ത നിലയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഗൗരവത്തോടു കൂടി ഇന്ത്യയിലെ മുഴുവൻ രാഷ്ട്രീയ കക്ഷികളും ആലോചിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയൊരു തെരഞ്ഞെടുപ്പ് നടത്താൻ നാളെ എങ്ങനെ മുന്നോട്ട് പോകും. ഈ പരാജയം ഒരു കാരണവശാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതാണ്. തോൽവിയെക്കുറിച്ച് AICCക്ക് സംസ്ഥാന ഘടകം വിശദമായ റിപ്പോർട്ട് നൽകും. അദാനി ഉപയോഗിച്ച് പണമൊഴുക്കി വോട്ടിംഗ് മെഷീനിൽ തിരിമറി നടത്തി തുടങ്ങി തോൽവിയെ ന്യായീകരിക്കാൻ പല കാരണങ്ങളുണ്ട് പ്രതിപക്ഷത്തിന്. എന്നാൽ ആരോപണങ്ങളോട് പ്രതികരിക്കാതെ സർക്കാർ രൂപീകരണ ചർച്ചകളിലേക്ക് കടക്കുകയാണ് NDA. മുംബൈയിൽ നിന്നും വരുൺ വടശ്ശേരിക്കരയ്ക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. ജാർഖണ്ഡിൽ സർക്കാർ രൂപീകരണ ചർച്ചകളിലേക്ക് കിടക്കുകയാണ് JMM കോൺഗ്രസ് സഖ്യം. നടപടിക്രമങ്ങളുടെ ഭാഗമായി ഹേമന്ത് സോറൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെക്കും. രാജ്ഭവനിലെത്തി സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിക്കും. അച്യുതൻ ചേരുന്നുണ്ട് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. അച്യുതൻ, ഇന്ന് തന്നെ ഈ രാജിക്കത്ത് കൈമാറുമെന്ന് പറയുമ്പോൾ വളരെ വേഗമുണ്ടാകുമല്ലോ അടുത്ത സത്യപ്രതിജ്ഞ. അച്യുതൻ. തീർച്ചയായിട്ടും ഉന്മേഷ്, ജാർഖണ്ഡിൽ 3-2 ഭൂരിപക്ഷം ഇന്ത്യ മുന്നണി നേടിയതിന് തൊട്ടു പിന്നാലെ തന്നെ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട പ്രാഥമിക ചർച്ചകളിലേക്ക് കടന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായി കൂടിയാണ് ഇന്ന് റാഞ്ചിയിലെ രാജ്ഭവനിലെത്തി ഹേമന്ത് സോറൻ രാജിക്കത്ത് ഗവർണർക്ക് കൈമാറും. തുടർന്ന് സർക്കാർ രൂപീകരിക്കുവാനുള്ള അവകാശവാദം അത് ഗവർണറെ അറിയിക്കും എന്നതാണ് ഇപ്പോൾ അവിടെ നിന്നും റാഞ്ചിയിൽ നിന്നും ലഭിക്കുന്ന വിവരം. എന്തായാലും അടുത്തതായി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സത്യപ്രതിജ്ഞാ ചടങ്ങുകളായിരിക്കും. അത് റാഞ്ചിയിലെ വലിയ ഒരു വേദിയിൽ നടത്തുവാൻ കൂടിയാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി തയ്യാറെടുക്കുന്നത്. അതിലേക്ക് മറ്റ് പാർട്ടികളുടെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് ഒരു വലിയ ആഘോഷമാക്കുവാനുള്ള ചില തയ്യാറെടുപ്പുകൾ കൂടി ഇന്ത്യ മുന്നണിയുടെ ഭാഗത്ത് നടക്കുന്നുണ്ട്. എന്തായാലും മന്ത്രിപദത്തിലേക്ക് കോൺഗ്രസിനെയും RJDയും ഉൾപ്പെടുത്തി മന്ത്രിസഭാ രൂപീകരണം കൂടി ഇതിന്റെ ഭാഗമായി ഉണ്ടാകും എന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. CPIML ഒരു പക്ഷേ മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടേക്കും എന്നുള്ള ഒരു വിവരം കൂടി വരുന്നുണ്ട്. ഭിന്നതകളൊന്നും ഇല്ലാതെ രമ്യമായി പരിഹരിച്ചുകൊണ്ട് ഈ സർക്കാർ രൂപീകരണത്തിലേക്ക് കൂടി കടക്കാൻ ഒരുങ്ങുകയാണ് മുന്നണി. ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ അത് നിലവിലെ വിജയത്തിനെ മങ്ങലേൽപ്പിക്കുന്നതാണ് എന്നതുകൂടി ഒരു തീരുമാനം ഇന്ത്യ മുന്നണിയിൽ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അത്തരം പ്രശ്നങ്ങളൊന്നുമില്ലാതെ എല്ലാ അഭിപ്രായങ്ങളും ശേഖരിച്ച ശേഷം ഒരു സർക്കാർ രൂപീകരണത്തിലേക്ക് ആയിരിക്കും മുന്നണി കടക്കുക. ഉന്മേഷ്. അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് തന്നെ ഹേമന്ത് സോറൻ രാജിവെക്കും. അദ്ദേഹം അടുത്ത സർക്കാർ രൂപീകരണത്തിനുള്ള അവകാശവാദം ഉന്നയിക്കും. റാഞ്ചിയിലെ രാജ്ഭവനിൽ എത്തിയായിരിക്കും ഇത്തരത്തിൽ ഗവർണറെ കണ്ട അവകാശവാദം ഉന്നയിക്കുക. അവിടെ RJDയും കോൺഗ്രസും ഒക്കെ മന്ത്രിസഭയുടെ ഭാഗമാകും എന്നുകൂടിയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇക്കാര്യങ്ങളിലൊക്കെ അധികം വൈകാതെ ഒരു വ്യക്തത വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അടുത്ത റിപ്പോർട്ടിലേക്ക്. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് മുന്നോടിയായി സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ആരംഭിച്ചു. നാളെയാണ് ശീതകാല സമ്മേളനം ആരംഭിക്കുക. വഖഫ് നിയമ ഭേദഗതി അടക്കം 15 ബില്ലുകൾ ഈ സമ്മേളനത്തിന്റെ പരിഗണനയിൽ വരും. ബൽറാം നെടുങ്ങാടി ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഈ സർവകക്ഷി യോഗം പുരോഗമിക്കുകയാണല്ലോ, എന്തൊക്കെയാണ് വിവരങ്ങൾ? പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായിട്ടാണ് സർവകക്ഷി യോഗം ഇപ്പോൾ ഡൽഹിയിൽ ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമ്മേളന കാലത്ത് വഖഫ് നിയമ ഭേദഗതി ഉൾപ്പെടെ 15 പ്രധാനപ്പെട്ട ബില്ലുകൾ സമ്മേളനത്തിന്റെ പരിഗണനയ്ക്ക് വരും. സമ്മേളനത്തിന്റെ സുഗമമായ നടത്തിപ്പിന് പ്രതിപക്ഷ പാർട്ടികളുടെ പിന്തുണ തേടും കേന്ദ്ര സർക്കാർ. സർവകക്ഷി യോഗം ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനകം വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് എത്താം. മുനമ്പം വഖഫ് ഭൂമി പ്രശ്നത്തിൽ സമരം തുടർന്ന് സമരസമിതി. രേഖകൾ ഉള്ള ഒരാളെപ്പോലും കുടിയൊഴിപ്പിക്കില്ലെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയെങ്കിലും വഖഫ് ആസ്തി വിവര പട്ടികയിൽ നിന്ന് ഒഴിവാക്കും വരെ സമരം തുടരാനാണ് തീരുമാനം. പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിൽ അവതരിപ്പിക്കാനിരിക്കുന്ന വഖഫ് നിയമ ഭേദഗതി ബില്ലിനെ പ്രതീക്ഷയോടെയാണ് മുനമ്പം ജനത കാണുന്നത്. സർക്കാർ നൽകിയ ഉറപ്പിൽ പ്രതീക്ഷയുണ്ടെങ്കിലും റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കും വരെ സമരം തുടരാനാണ് സമരസമിതി തീരുമാനം. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഭൂമിയിടപാടിലെ നൂലാമാലകൾ പരിഹരിക്കാൻ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷൻ നാളെ മുനമ്പം സന്ദർശിക്കും. കമ്മീഷൻ നടപടികളുമായി സമരസമിതി സഹകരിക്കും.
കേസ് കോടതിയിൽ വരുമ്പോൾ സർക്കാർ അനുകൂല നിലപാട് സ്വീകരിക്കുമെന്ന് മന്ത്രി പി രാജീവ്. ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനങ്ങളോട് പ്രതിപക്ഷവും സമരക്കാരും എല്ലാവരും സഹകരിക്കുക. ബൊണോഫൈഡ് ആയിട്ടുള്ള ഒക്യുപ്പൻസിന്റെ അവരുടെ ലീഗൽ റൈറ്റ് സംരക്ഷിക്കാൻ സാധ്യമാകുന്നതെന്തോ അതെല്ലാം സർക്കാർ സ്വീകരിക്കും. മുനമ്പത്ത് താമസിക്കുന്നവർക്ക് ഭൂമി കിട്ടണമെന്നും അതിനായി ജുഡീഷ്യൽ കമ്മീഷൻ കൂടുതൽ സമയമെടുത്താലും തെറ്റില്ലെന്ന് KPCC അധ്യക്ഷൻ K. സുധാകരൻ. ഞങ്ങളെ ഒരു ഉറച്ച സ്റ്റാൻഡ്, നിലവിൽ ഭൂമിയുള്ളവരുടെ കയ്യിലെ ഭൂമി അവർക്ക് തന്നെ നൽകി ഈ വിഷയം തീർക്കണമെന്നാണ്. അത് അവരെ സംബന്ധിച്ചിടത്തോളം അത് വേഗം തീർക്കേണ്ടതാണെങ്കിൽ പോലും കുറ്റമറ്റ രീതിയിൽ തീരാൻ ഇത്തിരി സമയം എടുക്കേണ്ടി വന്നാലും അത് എടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. നാളെ ആരംഭിക്കാനിരിക്കുന്ന പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിൽ വഖഫ് നിയമ ഭേദഗതി ബിൽ വരുമെന്നാണ് മുനമ്പം നിവാസികളുടെ പ്രതീക്ഷ. 2013 ശേഷം വഖഫിലേക്ക് പോയ ഭൂമികൾ പുനഃപരിശോധിക്കണമെന്ന തീരുമാനമുണ്ടായാൽ നിലവിലെ പ്രതിസന്ധിയിൽ പരിഹാരമുണ്ടാകുമെന്നാണ് മുനമ്പം നിവാസികളുടെ കണക്കുകൂട്ടൽ. 24 കൊച്ചി. നേരത്തെ പൂർത്തിയാക്കാൻ കഴിയാതെ പോയ വാർത്തയിലേക്കാണ്. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് മുന്നോടിയായി സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, എന്തൊക്കെ കാര്യങ്ങൾ ഈ യോഗത്തിന്റെ പരിഗണനയ്ക്ക് വന്നിട്ടുണ്ട്? ബൽറാം. ഉന്മേഷ്, പ്രധാനമായും പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം നാളെ ആരംഭിക്കാനിരിക്കെ ഈ സർക്കാർ തീരുമാനിച്ച നിലവിൽ ലിസ്റ്റ് ചെയ്ത ബില്ലുകളിൽ ഒപ്പം തന്നെ പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സുഗമമായ നടത്തിപ്പിൽ പ്രതിപക്ഷത്തിന്റെ സഹകരണം ഉറപ്പാക്കുന്നതിനായാണ് സർക്കാർ ഇത്തരത്തിലൊരു സർവകക്ഷി യോഗം വിളിച്ചത്. ഈ യോഗത്തിൽ എന്നാൽ പ്രതിപക്ഷം തങ്ങളുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പ്രധാനമായും പ്രതിപക്ഷം ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ കൂടി ചർച്ചകൾ വേണം എന്ന ആവശ്യമാണ് പ്രതിപക്ഷം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ നിലവിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന നിരവധി വിഷയങ്ങൾ, അദാനി വിഷയം, മണിപ്പൂർ സംഘർഷം, വഖഫ് നിയമം അടക്കമുള്ള നിരവധി വിഷയങ്ങൾ സംബന്ധിച്ചുള്ള ചർച്ചകൾ ആവശ്യമാണ് എന്നും പ്രതിപക്ഷം ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. വഖഫ് നിയമ ഭേദഗതിയിൽ കൂടുതൽ ചർച്ചകൾ വേണം എന്നുള്ള ആവശ്യമാണ് പ്രതിപക്ഷത്തിന് ഉള്ളത്. നേരത്തെ ഈ ബില്ല് അവതരിപ്പിച്ച ഘട്ടത്തിൽ പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധം നേരിട്ടിരുന്നു. ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നും ന്യൂനപക്ഷങ്ങൾക്ക് എതിരാണ് എന്നുമുള്ള വിമർശനം ഉയർന്നതിനെ തുടർന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് സംയുക്ത പാർലമെന്ററി സമിതിക്ക് ഈ ബില്ല് വിട്ടത്. തുടർന്ന് ഇപ്പോൾ ജഗദാംബിക പാൽ അധ്യക്ഷനായ സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിഗണനയിലാണ് ഈ ബില്ല്. ഈ സമിതിക്കുള്ളിൽ തന്നെ പ്രതിപക്ഷാംഗങ്ങൾ തങ്ങളുടെ അഭിപ്രായങ്ങൾ, സൗകര്യങ്ങൾ എന്നിവ പരിഗണിക്കാതെ ഏകപക്ഷീയമായാണ് അധ്യക്ഷൻ മുന്നോട്ട് നീങ്ങുന്നത് എന്ന ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും ഇത്തവണ ലിസ്റ്റ് ചെയ്ത 15 ബില്ലുകളിൽ വഖഫ് നിയമ ഭേദഗതി ബില്ലും ഉൾപ്പെടുന്നുണ്ട്. ശരി ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. നമ്മൾ വയനാട്ടിലേക്കാണ്. ചുരം ഇറങ്ങാതെ ചികിത്സ വേണം. പേരിനൊരു മെഡിക്കൽ കോളേജ് ഉണ്ടെങ്കിലും വിദഗ്ധ ചികിത്സയ്ക്ക് ചുരം ഇറങ്ങേണ്ട ഗതികേടാണ് വയനാടൻ ജനതയ്ക്ക്. പേര് മാറിയെങ്കിലും സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമല്ല. മറ്റ് മെഡിക്കൽ കോളേജുകളിലെ പോലെ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ വയനാട്ടിൽ എന്നുണ്ടാകും എന്നാണ് ഉയരുന്ന ചോദ്യം. മറ്റു ജില്ലകളിലെ മെഡിക്കൽ കോളേജുകളിലെല്ലാം സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളുണ്ട്. എന്നാൽ വയനാട്ടിൽ ഇത്തരം സൗകര്യമുള്ള ഒരു സർക്കാർ ആശുപത്രി പോലുമില്ല. അതിനാൽ തന്നെ വിദഗ്ധ ചികിത്സയ്ക്കായി ചുരമിറങ്ങേണ്ട ഗതികേടുണ്ട് ഇവിടുത്തുകാർക്ക്. രോഗികളുമായി വേഗത്തിൽ പായുന്ന ആംബുലൻസുകൾ ചുരത്തിലെ ഗതാഗതക്കുരുക്കിൽപ്പെടുന്നതും തുടർക്കഥ. മാനന്തവാടി ജില്ലാ ആശുപത്രി മെഡിക്കൽ കോളേജാക്കി ഉയർത്തി 3 വർഷമായിട്ടും അത് ഇനിയും ആ നിലവാരത്തിലേക്ക് ഉയർന്നിട്ടില്ല. അക്കാദമിക് കെട്ടിടത്തിനായി മാനന്തവാടി തവിഞ്ഞാലിൽ ഭൂമി കണ്ടെത്തിയെങ്കിലും അത് നിയമക്കുരുക്കിലാണ്. അത്യാഹിതവുമായി എത്തുന്ന രോഗികൾക്ക് തീവ്ര പരിചരണം നൽകേണ്ട എമർജൻസി മെഡിസിൻ സംവിധാനം ജില്ലയിലെ ഒരു സർക്കാർ ആശുപത്രിയിലുമില്ല. അതിനാൽ തന്നെ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട ഗതിയാണ്. മെഡിക്കൽ കോളേജിന് പുറമെ കൽപ്പറ്റ, സുൽത്താൻ ബത്തേരി ജില്ലാ ആശുപത്രികളാണ് പ്രധാന സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങൾ. സ്ഥലപരിമിതി കൽപ്പറ്റയിലെയും ഡോക്ടർമാരുടെ അഭാവം സുൽത്താൻ ബത്തേരിയിലെയും ആശുപത്രികളെ ബാധിക്കുന്നു. സർക്കാർ ആശുപത്രികളിൽ ന്യൂറോളജിസ്റ്റ് ഇല്ലാത്ത ജില്ലയാണ് വയനാട്. കാത്ത് ലാബും ഹൃദ്രോഗ വിദഗ്ധരുമുണ്ടെങ്കിലും പ്രവർത്തനം കാര്യക്ഷമമല്ല എന്നാണ് ആരോപണം. ശ്രീചിത്തിര ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ശാഖ വയനാട്ടിൽ തുടങ്ങാനുള്ള പ്രവർത്തനങ്ങൾ നേരത്തെ തുടങ്ങിയെങ്കിലും അത് എങ്ങുമെത്താതായി. അരിവാൾ രോഗികൾക്കായി നിർമ്മിക്കാൻ ഉദ്ദേശിച്ച കോംപ്രിഹെൻസീവ് ഹീമോഗ്ലോബിനോപ്പതി റിസർച്ച് സെന്ററിന്റെ പ്രവർത്തനവും എങ്ങുമെത്തിയില്ല. അർബുദ ചികിത്സയ്ക്കായി ആദിവാസികൾ ഉൾപ്പെടെ ആശ്രയിക്കുന്ന നല്ലൂർനാട് ഗവൺമെന്റ് ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്ന ആവശ്യവും ശക്തമാണ്. 24 വയനാട്.
എറണാകുളം കാക്കനാട് DLF ഫ്ളാറ്റ് സമുച്ചയത്തിൽ വീണ്ടും കൂട്ടരോഗബാധ. 25-ലധികം ആളുകൾക്ക് വയറിളക്കവും ഛർദിയും. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർ ഫ്ളാറ്റിലെത്തിയപ്പോഴാണ് വിവരം പുറത്തറിയുന്നത്. എസ് ശ്യാംകുമാർ ഇപ്പോൾ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ശ്യാംകുമാർ, ഈ പരിശോധന പൂർത്തിയായോ? ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയിരുന്നുവല്ലോ. എന്തൊക്കെയാണ് വിവരങ്ങൾ ശ്യാംകുമാർ? ഉന്മേഷ്, നിലവിൽ നടക്കുന്ന സർവേ പൂർത്തിയായിട്ടുണ്ട്. അവിടെ സർവേയിൽ അവസാന വിവരപ്രകാരം 27 രോഗികളെ ഇന്ന് കണ്ടെത്തിയെന്നുള്ളതാണ് നഗരസഭയുടെ ആരോഗ്യ വിഭാഗത്തിൽ ഉദ്യോഗസ്ഥർ പറയുന്നത്. കഴിഞ്ഞ 3 ദിവസമായിട്ടാണ് വയറിളക്കവും ഛർദിയും അടക്കമുള്ള രോഗബാധ DLFന്റെ ഫ്ളാറ്റിൽ നിന്ന്, കാക്കനാടുള്ള DLFന്റെ ഫ്ളാറ്റിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. പക്ഷേ ഈ വിവരം ആരോഗ്യവകുപ്പിനെയോ നഗരസഭയോ അറിയിക്കാതെ മൂടിവെക്കാനുള്ള ശ്രമമായിരുന്നു. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആശാപ്രവർത്തകരും മറ്റും ഇന്ന് അവിടെ എത്തുകയും പരിശോധന നടത്തുകയും ഈ രോഗികളുണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കുകയും ചെയ്തത്. 6 മാസം മുൻപാണ് DLF ഫ്ളാറ്റിൽ 1000-ലധികം ആളുകൾക്ക് സമാന രോഗാവസ്ഥ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടെയാണ് ആരോഗ്യവകുപ്പ് ഈ വിഷയത്തെ കാണുന്നത്. ഈ വിവരം മൂടിവെച്ചതിന് ആ ഫ്ളാറ്റിൻ്റെ ഭരണസമിതിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനും ആരോഗ്യവകുപ്പ് ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. ഏതായാലും അവിടുത്തെ വെള്ളം ഉൾപ്പെടെയുള്ള സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിലാരും ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടില്ല. ആശുപത്രിയിൽ അഡ്മിറ്റ് അല്ല, ചികിത്സ തേടി എല്ലാവരും ഫ്ളാറ്റിൽ തന്നെയാണ് ഉള്ളതെന്നാണ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, എസ് ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ കൊച്ചിയിൽ നിന്ന്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഇരയായവരെ കുറിച്ചുള്ള 24 വാർത്തയിൽ ഇടപെടൽ. വെള്ളാർമല സ്കൂൾ റോഡിൽ പുതുതായി നിർമ്മിച്ച വീടും വരുമാനമാർഗമായിരുന്ന ഓട്ടോറിക്ഷയും നശിച്ച വിഷ്ണുവിനെ ചേർത്ത് പിടിച്ചത് ബഹ്റൈനിലെ സംഘടനയായ ഇന്ത്യൻ യൂത്ത് കൾച്ചറൽ കോൺഗ്രസ് ആണ്. വിഷ്ണുവിന്റെ ഏക വരുമാന മാർഗമായിരുന്നു ഈ ഓട്ടോ. ഉരുൾപൊട്ടലിൽ ഓട്ടോയ്ക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു. ഇതോടെ ആളുകളെ കയറ്റി റോഡിലിറക്കാൻ സാധിക്കാത്ത അവസ്ഥയായി. ഈ വാർത്ത ബഹ്റൈനിലെ ഇന്ത്യൻ യൂത്ത് കൾച്ചറൽ കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിലെത്തി. വിഷ്ണുവിനെ സഹായിക്കാൻ സംഘടന മുന്നോട്ട് വന്നു. ടി സിദ്ദിഖ് MLA ഓട്ടോറിക്ഷ കൽപ്പറ്റയിൽ വെച്ച് കൈമാറി. ചൂരൽമല മുണ്ടകൈ ദുരന്തമുണ്ടായപ്പോൾ സമ്പൂർണ്ണമായി അത് മെയിൻറ്റെയിൻ ചെയ്ത് റെഡിയാക്കാൻ പറ്റാത്ത രീതിയിൽ തകർന്നു തരിപ്പണമായി. ആ സമയത്ത് ആ വാർത്ത പുറത്തു വിട്ടത് 24 ആണ്. വിഷ്ണു ഈ താക്കോല് വാങ്ങുമ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് വിഷ്ണുവിൻ്റെ മുഖത്തേക്ക് നോക്കി. വിഷ്ണുവിൻ്റെ മുഖത്ത് ഒരു ആശ്വാസത്തിൻ്റെ ഒരു തെളിമ, ഒരു ചെറിയതായിരിക്കുന്ന ഒരു പുഞ്ചിരി കണ്ടിട്ടുണ്ട്. അതൊരു തിരിച്ചുവരവിൻ്റെ അതിജീവനത്തിൻ്റെ പുഞ്ചിരിയാണ്. വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് അടക്കമുള്ള സേവന പ്രവർത്തനങ്ങളും കൽപ്പറ്റയിൽ നടന്ന ചടങ്ങിൽ MLA നിർവഹിച്ചു. 24ന്റെ വാർത്ത നമ്മൾ ശ്രദ്ധിച്ചിരുന്നു. നമ്മുടെ ഇപ്പോഴത്തെ കമ്മിറ്റി അവരത് ശ്രദ്ധിച്ചിട്ട് അത് ശരിക്കും അന്വേഷണങ്ങൾ നടത്തിയിരുന്നു. അതിനുശേഷമാണ് നമ്മളത് തീരുമാനിച്ചത്. നമ്മുടെ ചാരിറ്റികളെല്ലാം അങ്ങനെ തന്നെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓട്ടോറിക്ഷ ലഭിച്ച വിഷ്ണുവിന്റെ മുഖത്ത് ആശ്വാസച്ചിരി. അതിജീവിക്കാനുള്ള കരുത്ത് നൽകിയതിന് നന്ദിയെന്ന വിഷ്ണു. അവർ ഇത്രത്തോളം വലിയൊരു കാര്യം ചെയ്തു തരുമ്പോൾ എൻ്റെ കുടുംബത്തിലൊരു കൈത്താങ് തന്നെയാണത്. അത് തീർച്ചയായിട്ടും പറയാണ്ടിരിക്കാൻ കഴിയില്ല. എന്താ വെച്ചാൽ എനിക്ക് ചെയ്യുന്ന ഏറ്റവും വലിയൊരു, ഈ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഉപകാരമായിരിക്കും. അത് ഒരിക്കലും ഞാൻ മറക്കത്തില്ല. ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ടായിരുന്നു ടി സിദ്ദിഖ് MLAയുടെ ആദ്യ സവാരി. DCC പ്രസിഡന്റ് NC അപ്പച്ചൻ, KSU ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഗൗതം ഗോകുൽദാസ്, IYCC ഭാരവാഹികളായ ജോൺസൺ ഫോർട്ട് കൊച്ചി, മൂസ കരിമ്പിൽ, നബീൽ തിരൂർ തുടങ്ങിയവർ പങ്കെടുത്തു. 24 വയനാട്. ഇനി ശബരിമല വാർത്തയിലേക്കാണ്. ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. ശബരിമലയിലേക്ക് തീർത്ഥാടകരുടെ തിരക്കേറുന്നു. തിരക്ക് വർദ്ധിച്ചെങ്കിലും ക്രമീകരണങ്ങളിൽ തൃപ്തരായാണ് തീർത്ഥാടകർ മലയിറങ്ങുന്നത്. ഇതുവരെ 6.5 ലക്ഷം ഭക്തരാണ് ശബരിമലയിൽ ദർശനത്തിനായി എത്തിയത്. വെള്ളിയാഴ്ച മാത്രം 87,216 തീർത്ഥാടകരാണ് സന്നിധാനത്തെത്തിയത്. ഇന്നലെയും തീർത്ഥാടകരുടെ ഒഴുക്കായിരുന്നു. 73,917 ഭക്തർ ഇന്നലെ മാത്രം മല ചവിട്ടി. വെള്ളി ശനി ദിവസങ്ങളിൽ 10,000-ന് മുകളിലായിരുന്നു സ്പോട്ട് ബുക്കിംഗ്. മണ്ഡലകാലം ആരംഭിച്ച 9 ദിവസം പിന്നിടുമ്പോൾ ആകെ എത്തിയവർ 6.5 ലക്ഷമായി. വെർച്വൽ ക്യൂ കാര്യക്ഷമമാക്കിയും ദിവസം 18 മണിക്കൂർ ദർശനം അനുവദിച്ചുമാണ് സുഖദർശനം സാധ്യമാക്കിയത്.
എന്നാൽ വെർച്വൽ ക്യൂ വഴി എത്തുന്ന ഭക്തരിൽ ഒരു വിഭാഗം തീയതിയും സമയവും കൃത്യമായി പാലിക്കാത്തത് കൂടുതൽ പേരുടെ അവസരം നഷ്ടപ്പെടുത്തുന്നുണ്ട്. ഇതിനു പുറമെ വെർച്വൽ ക്യൂ ബുക്കിംഗ് പരിധി വർദ്ധിപ്പിക്കണമെന്ന് പല കോണുകളിൽ നിന്നും ആവശ്യമുയരുന്നു. 12 വിളക്കടുത്തിരിക്കെ കൂടുതൽ ഭക്തർക്ക് ദർശനം അനുവദിച്ചേക്കുമെന്നാണ് സൂചന. 24 സന്നിധാനം. IPL 18ാം സീസണിന് മുന്നോടിയായുള്ള മെഗാ താരലേലം ഇന്നും നാളെയും നടക്കും. സൗദി അറേബ്യയിലെ ജിദ്ദയിലാണ് ലേലം. ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 3:30 ലേല നടപടികൾ ആരംഭിക്കും. ആകെ 577 താരങ്ങൾ ലേലപ്പട്ടികയിലുണ്ട്. ഇതിൽ നിന്ന് 10 ഫ്രാഞ്ചൈസികൾക്കുമായി 204 പേരെ വേണം. ഋഷഭ് പന്ത്, ശ്രേയസ് അയ്യർ, KL രാഹുൽ, ജോസ് ബട്ട്ലർ, മിച്ചൽ സ്റ്റാർക്ക് എന്നിവർക്ക് വേണ്ടിയായിരിക്കും വാശിയേറിയ ലേലം. ലേലപ്പട്ടികയിൽ 14 മലയാളി താരങ്ങളുമുണ്ട്. ISL തുടർ തോൽവികൾക്ക് വിരാമമിടാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നിറങ്ങുന്നു. രാത്രി 7:30 കലൂർ ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ ചെന്നൈയിൻ FC ആണ് എതിരാളികൾ. ദേശീയ ടീമുകളുടെ മത്സരങ്ങളുടെ ഇടവേള കഴിഞ്ഞെത്തുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലക്ഷ്യം 1-1 മാത്രം. തുടർ തോൽവികൾക്കൊരു ഇടവേള. കഴിഞ്ഞ 3 മത്സരങ്ങളിൽ ഉൾപ്പെടെ 8-ൽ 4 തോറ്റ 10ാം സ്ഥാനത്താണ് കോമ്പന്മാർ. കിട്ടാക്കനിയായ കിരീടത്തിൽ പ്രതീക്ഷ വയ്ക്കാൻ അയൽക്കാരായ ചെന്നൈയിൻ FCക്കെതിരെ ജയിച്ചേ തീരൂ ബ്ലാസ്റ്റേഴ്സിന്. പരിക്കും സസ്പെൻഷനും പ്രതിരോധത്തിലെ പാളിച്ചകളും തുടങ്ങി ഇല്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിനൊക്കെ ഉടനടിയൊരു പരിഹാരം കണ്ടെത്തിയിട്ടില്ലെങ്കിൽ പരിശീലകൻ മിക്കായേൽ സ്റ്റാറയുടെ കസേരയ്ക്ക് ഇളക്കം തട്ടും. മത്സരം നടക്കുന്നത് ഹോം ഗ്രൗണ്ടായ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണെന്നതുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഇവിടെ കളിച്ച 4-ൽ 3-ലും തോൽവിയായിരുന്നു ഫലം. ഗ്രൗണ്ടിനെ മഞ്ഞക്കടലാക്കുന്ന ആരാധകരെ ഇനിയും ബ്ലാസ്റ്റേഴ്സ് നിരാശരാക്കില്ലെന്ന് കരുതാം. ഹെസൂസ് ഹിമനയുടെ ഗോൾ സ്കോറിംഗ് മികവാണ് തിരിച്ചടികൾക്കിടയിലെ ഏക ആശ്വാസം. നോഹ സദൂയി കൂടി ആദ്യ 11-ൽ മടങ്ങിയെത്തുമ്പോൾ കളി മാറുമെന്ന് കരുതാം. ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണ പഴയ ഫോമിലേക്ക് വരേണ്ടതും അനിവാര്യം. ടോപ്പ് 4-ലെ സ്ഥാനം ഉറപ്പിക്കാനാണ് ചെന്നൈയിൻ FCയുടെ വരവ്. 8 കളിയിൽ 3 വീതം ജയവും സമനിലയും ഉൾപ്പെടെ 12 പോയിന്റാണ് നിലവിൽ ഓവൻ കോയലിന്റെ ചെന്നൈ മച്ചാൻസിന്. നേർക്കുനേർ കണക്കുകളിലെ നേരിയ മുൻതൂക്കവും ചെന്നൈയിന് ആത്മവിശ്വാസം നൽകുന്നു. 22 തവണ ഏറ്റുമുട്ടിയതിൽ 7-ലും ജയിച്ചത് ചെന്നൈയിനായിരുന്നു. ബ്ലാസ്റ്റേഴ്സ് 6-എണ്ണത്തിൽ ജയിച്ചപ്പോൾ 9 മത്സരങ്ങൾ സമനിലയിൽ കലാശിച്ചു. സ്പോർട്സ് ഡെസ്ക് 24. ഇനി ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക്. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. കോഴിക്കോട് പേരാമ്പ്ര സ്വദേശി തൊഴിൽ തട്ടിപ്പിനിരയായി കമ്പോഡിയയിൽ കുടുങ്ങി. കൂത്താളി സ്വദേശി രാജീവനാണ് മാസങ്ങളായി കുടുങ്ങിക്കിടക്കുന്നത്. രാജീവിനെ നാട്ടിലെത്തിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കുടുംബം പരാതി നൽകി. തായ്ലൻഡിൽ ജോലി ശരിയാക്കി നൽകാമെന്ന് പറഞ്ഞാണ് 2-അംഗ സംഘം കൂത്താളി സ്വദേശിയായ രാജീവനെ സമീപിച്ചത്. ജോലിക്കായി 1.84 ലക്ഷം രൂപയും ആവശ്യപ്പെട്ടു. പണം നൽകിയ രാജീവനെ സംഘം എത്തിച്ചത് കംബോഡിയയിൽ. ഓൺലൈൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ജോലിയാണ് അവിടെ ചെയ്യാനുള്ളത് എന്ന് മനസ്സിലായതോടെ രാജീവൻ രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഇതിനിടയിലാണ് പോലീസിന്റെ പിടിയിലായത്. സെപ്റ്റംബർ 14 വൈകുന്നേരം വരെ അച്ഛൻ എന്നെ വിളിച്ചിട്ടുണ്ട്. അതിനുശേഷം അച്ഛന് യാതൊരു വിവരവുമില്ല. 2 മാസമായി ഇപ്പം അച്ഛൻ മിസ്സിങ് ആയിട്ട്. അച്ഛൻ ഉള്ള സ്ഥലത്തു നിന്ന് ഒരു മലയാളി ഞങ്ങളെ വിളിച്ചിട്ടുണ്ട്. അപ്പം അച്ഛൻ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുകയാണെന്നാണ് പറഞ്ഞത്. തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഇവർ റൂമിൽ നിന്ന് കൊണ്ടുപോയാന്നാണ് പറഞ്ഞത്. ഇപ്പോൾ നാട്ടിലേക്ക് തിരിച്ചു പോരാൻ വിട്ടതിന് ശേഷം അവിടുന്ന് ഇവർ പിന്നെ പിടിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്തത്. അച്ഛൻ്റെ അവസ്ഥ ഭയങ്കര ദയനീയമാണ്. ആരോഗ്യനിലയൊക്കെ ഭയങ്കര ഗുരുതരാണ്. രാജീവനെ നാട്ടിലെത്തിക്കണമെന്നാവശ്യപ്പെട്ട്
കുടുംബം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും ഇന്ത്യൻ എംബസിക്കും പരാതി നൽകി. കുടുംബത്തിന്റെ പരാതിയിൽ രാജീവനെ കൊണ്ടുപോയ പത്തനംതിട്ട സ്വദേശികളായ മുരളി, ജോജി എന്നിവർക്കെതിരെ വഞ്ചനാ കുറ്റം ചുമത്തി പോലീസ് കേസെടുത്തു. ഇരുവരും ഒളിവിലാണ്. 24 കോഴിക്കോട്. ഇതോടെ വാർത്താമഴ പൂർത്തിയാവുകയാണ്.